ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റിക് മന്ത്രയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാച്ചുറൽ റെമഡീസ് മാത്രം ഷെയർ ചെയ്യുന്നൊരു ചാനലാണിത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ ആഴ്ചയിൽ 2-3 വീഡിയോസ് വെച്ച് സ്ഥിരമായിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. എല്ലാ വീഡിയോസും നല്ല റിസൾട്ട് തരുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഹോം റെമഡീസാണ്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഓട്സ് ആണ്. നമ്മുടെ ഓട്സ് മിക്സിയിലിട്ട് നന്നായി പൊടിച്ചിട്ട് ആ പൊടിയാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓട്സ് എന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ റൂട്ടീനിലുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഈ ഓട്സിൽ ധാരാളം വൈറ്റമിൻസും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും അതുപോലെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ ഓട്സിന് വളരെ ജെൻറ്റിലായിട്ടുള്ളൊരു ടെക്സ്ചറാണുള്ളത്. അത് എല്ലാ ടൈപ്പ് സ്കിന്ന്, അതായത് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് പോലും ഓട്സ് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്സിനുള്ള ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസും അതിൻ്റെ ആ ഒരു സ്മൂത്ത് ടെക്സ്ചറൊക്കെ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഇതിനെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓട്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ലൊരു നാച്ചുറലായിട്ടുള്ളൊരു എക്സ്ഫോളിയേഷനാണ് സംഭവിക്കുന്നത്. അതായത് നമ്മുടെ ഫേസിൽ ധാരാളം ഡെഡ് സ്കിൻ സെൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ പൊടികളും അഴുക്കുകളും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ ഡെഡ് സ്കിൻ സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യാനും പൊടികളും അഴുക്കുകളൊക്കെ റിമൂവ് ചെയ്യാനും നമ്മുടെ സ്കിന്നിന് നല്ലൊരു ക്ലെൻസിങ്ങും ഒരു ബ്രൈറ്റ്നെസ്സും ഒരു ഗ്ലോയിങ് ഒക്കെ കൊടുക്കാൻ ഈ ഓട്സ് സഹായിക്കുന്നുണ്ട്. സോ നമുക്ക് ഇന്ന് ഈ ഓട്സ് വെച്ചിട്ടുള്ള ഫേസ് പാക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ ഒരു ഫേസ് പാക്കിൽ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് 2 ടേബിൾ സ്പൂൺ ഓട്സ് ആണ്. നന്നായി മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്ത ഓട്സാണിത്. ഇനി സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് 2 ടേബിൾ സ്പൂൺ പച്ചപ്പാലാണ്. നിങ്ങളിത് തിളപ്പിച്ച പാലാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ പച്ചപ്പാലാണ് ഒന്നും കൂടെ നല്ലത്. പാല് നമ്മുടെ സ്കിന്നിന് ഒരു നാച്ചുറൽ ബ്ലീച്ചിങ് എഫക്റ്റാണ് തരുന്നത്. ഇനി തേർഡ് ആൻഡ് ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് 1 ടേബിൾ സ്പൂൺ തേനാണ്. അപ്പോൾ ഈ ഓട്സും പാലൊക്കെ തരുന്ന ആ മോയ്സ്ചറൈസേഷൻ സ്കിന്നിൽ തന്നെ ലോക്ക് ചെയ്ത് വെക്കാൻ തേൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയറിൽ ഒരുപാട് ബെനിഫിറ്റ് തരുന്ന ഇൻഗ്രീഡിയൻസ് ആണ് തേനും പാലും. അപ്പോൾ എൻ്റെ ഈ പേസ്റ്റ് കുറച്ച് ലൂസായിട്ടുള്ളത്, അപ്പോൾ ഞാൻ ഒന്ന് തിക്കാക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഓട്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കിയ പാട് തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ആ ഒരു ലൂസായിട്ടുള്ള ഫോമിലായിരിക്കും ഉണ്ടാവുക. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞു. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറച്ച് കട്ടയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ കട്ടയായി പോവാണ്, നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് പാല് കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഇത് ലൂസാക്കി എടുക്കാൻ പറ്റും. സോ നമ്മൾ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഫേസ് ഒന്ന് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്യണം. നിങ്ങളുടെ ഫേസിൽ മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാം. ഇനി ഞാൻ ഒരു നാച്ചുറൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഫേസ് വാഷിൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഫേസ് വാഷാണ് യൂസ് ചെയ്യാറ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നല്ല റിസൾട്ട് തരുന്ന ഒരു ഫേസ് വാഷാണ്. നമുക്കതൊരു ഫേസ് വാഷായിട്ട് മാത്രം കാണണമെന്നില്ല, ഒരുപാട് സ്കിൻ പ്രോബ്ലംസിന് അത് നല്ല ഒരു സൊല്യൂഷൻ തരുന്നുണ്ട്. സോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് വീട്ടിൽ പ്രിപ്പയർ ചെയ്തോളൂ. നമുക്ക് 1 വർഷം വരെയൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. സോ നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്നത് ഒരു ക്ലീൻ ടവൽ വെച്ച് ഒന്ന് ഒപ്പിയെടുക്കുക. ഫുള്ളായിട്ട് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് ഈ ഒരു പാക്ക് ഫേസിലെല്ലായിടത്തും അപ്ലൈ ചെയ്യാം. ഫേസ് പാക്ക് മുഖത്തും കഴുത്തിലൊക്കെ നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്യുക. കണ്ണിൻ്റെ ചുറ്റുള്ള ഭാഗം ഒഴിവാക്കുക. അതിനുശേഷം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. ഈ സമയത്ത് നമ്മുടെ ഫേസിൽ ഈ ഒരു പാക്ക് നന്നായിട്ട് വലിഞ്ഞ് മുറുകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ലൂസാക്കി നമുക്ക് നല്ലപോലെ 5 മിനിറ്റ് മസാജ് ചെയ്തിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫേസിൽ കുറച്ച് റഫായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. അപ്പോൾ എനിക്കത് ഈ ചുണ്ടിൻ്റെ അടിയിലും മൂക്കിൻ്റെ സൈഡിലും അറ്റത്തുമാണ് അങ്ങനെ ഒരു റഫ്നെസ് ഉണ്ടായിരുന്നത്. ആ ഭാഗം നമ്മൾ മസാജ് ചെയ്യുമ്പം ഒന്ന് എക്സ്ട്രാ കുറച്ച് അധികം നേരം അവിടെ മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ പാക്ക് മൊത്തം റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഈ സെയിം സ്പോട്ടൊക്കെ ഒന്നും കൂടെ ടച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഫേസ് പാക്ക് എത്രത്തോളം നിങ്ങളുടെ മുഖത്തിൻ്റെ റഫ്നെസ്സിനൊക്കെ മാറ്റുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരു ഫേസ് പാക്കാണ്. ആഴ്ചയിൽ നിങ്ങൾക്കൊരു 3 തവണ ഇത് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഫസ്റ്റ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ആഴ്ചയിലൊരു 3 തവണ ചെയ്ത് ഒരു മാസമൊക്കെ നമ്മൾ ഈ ഒരു പാക്ക് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല വിസിബിളായിട്ടുള്ള എല്ലാവരും എന്താണ് ചെയ്തതെന്ന് ചോദിക്കുന്ന രീതിയിലുള്ളൊരു റിസൾട്ട് നമുക്ക് ഫേസിൽ കിട്ടും.
ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ടോണറാണ്. റോസ് വാട്ടറാണ് ഞാൻ ടോണറായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത 100% നാച്ചുറൽ മോയ്സ്ചറൈസറാണ്. വളരെ ഈസി ആയിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. ഇതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കൂ. ഇനി നിങ്ങൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. നമ്മളൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്താൽ ഒരു 1 ഹവറിനുള്ളിൽ പുറത്തിറങ്ങുന്ന ഒഴിവാക്കുക. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിസൾട്ട് പറയാൻ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ റിസൾട്ട് എനിക്ക് ഒത്തിരി